ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. മറ്റുള്ള എയർ ഡ്രോപ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വളരെ നല്ല രീതിയിലേക്ക് ഫണ്ടിങ്ങും അതുപോലെ തന്നെ കുറച്ച് ആളുകൾ മാത്രം ഫാം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ഗെയിമിംഗ് പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും, സോ പോയിൻറ്റ്സിലൂടെ എങ്ങനെ നമുക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടാനായിട്ട് പറ്റും എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തീർച്ചയായിട്ടും ടെലഗ്രാം എയർ ഡ്രോപ്പുകളിൽ മാത്രം ഒതുങ്ങാതെ ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പുകളും കൂടെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് നോക്കാം. ആക്ച്വലി കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വിവിധ തരം ഗെയിമുകളുടെ ടൂർണമെൻറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈവൻറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈനാൻസ് ലാബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബൈനാൻസിലേക്കും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അനിമോക്കെ ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ബാങ്ക്, അങ്ങനെ പല വമ്പൻ കമ്പനീസും ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കൊരു എയർ ഡ്രോപ്പ് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഇവരുടെ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ 18.3 മില്യൺ US$ ഇതുവരേക്ക് ഇവർ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുള്ളത്. അവിടെയും നമുക്ക് ബൈനാൻസ്, അനിമോക്ക അവരെയൊക്കെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു എയർ ഡ്രോപ്പ് മിസ്സാക്കാനായിട്ട് പാടില്ല. അപ്പം എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. ഇനി അടുത്തായിട്ട് എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇവരുടെ പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ എത്രത്തോളം പോയിന്റ്സ് ഏൺ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ റാങ്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്കിവിടെ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. ഹോപ്പ്ഫുള്ളി ഈ ഒരു ക്വാർട്ടറിൻ്റെ എൻഡിൽ ഇവരുടെ ടോക്കൺ വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റി ഉണ്ട്. നല്ലൊരു പ്രൊജക്റ്റാണ്, നല്ല ഫണ്ടിങ് ഉണ്ട്, വലിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വലിയൊരു യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റാണ്. ഗെയിമിംഗ് സെക്ടറൊക്കെ നെക്സ്റ്റ് ബുൾ റണ്ണിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ്. അപ്പം ഇനി ഇവരുടെ പോയിന്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതിയാണ് ഇവരുടെ പോയിന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളിത് കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരെ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP അടുത്ത് വരുന്ന പേജിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. ആ ലോഗിൻ ആവുന്ന സ്ഥലത്ത് നമുക്ക് ഒട്ടനവധി ടാസ്കുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഡെയിലി 1 സ്പിൻ വെച്ച് ചെയ്യാം. അതിന് നമ്മുടെ ലക്ക് അനുസരിച്ച് നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ മുടക്കാതെ ഡെയിലി ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ലോഗിൻസ് ആണ്. ഞാൻ ഇന്നലെയാണ് തുടങ്ങിയത്. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ കുറേ ക്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്റർ, ഡിസ്കോഡൊക്കെ ഇവരുടെ പ്ലാറ്റ്ഫോമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതാണ്. അതൊന്നും ഞാനിവിടെ എടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കാര്യങ്ങൾ, നിങ്ങളുടെ ബയോ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റുകളാണ്. സോ ആ ഓരോ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരുടെ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട്. അത് കണ്ടോ, സമ്മർ പോയിന്റ്സ് പ്രോഗ്രാം ബ്ലോഗിൻ്റെ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആ ഒരു പേജിലേക്ക് വരിക. അതിനുശേഷം മറ്റേ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും നമുക്കിവിടെ 1000 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രമാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ 10,000 പോയിന്റ്സ് ഏൺ ചെയ്യുന്നതിനനുസരിച്ചും നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓരോ ലൂട്ട് ബോക്സുകൾ ഏൺ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഇവിടെ 26 ലൂട്ട് ബോക്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് എബവ് 1 ലക്ഷം ആൾക്കാർ മാത്രമേ ഇത് ഫാം ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് മാക്സിമം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 50,000-നോ 40,000-നോ അടിയിലേക്കുള്ള റാങ്കിലേക്ക് എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റാങ്കിങ്ങിലേക്ക് വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഇപ്പം കുറച്ച് ക്യുസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്ത് ലീഗ് ഓഫ് ലെജൻഡ്സ് ലോർ എന്നുള്ള ക്യുസ് ഒരു ദിവസം 18 മണിക്കൂറേ ഉള്ളൂ. ആ ഒരു ക്യുസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ക്യുസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ കൊടുക്കുന്ന ആൻസറുകൾ തന്നെ നിങ്ങൾ കൊടുക്കുക. ഇതിന് ആൻസറുകൾ വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ചിലപ്പം വ്യത്യാസമായിരിക്കും. ഈ ഒരു ക്യൂസ് ആൻസർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം, അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് കംപ്ലീറ്റ് ആക്കാനുള്ള ക്യൂസിൻ്റെ ആൻസറും നമ്മൾ ടെലഗ്രാമിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് മറക്കാതിരിക്കുക ഗൈസ്. അപ്പം ഈ ഒരു ക്യൂസ് കംപ്ലീറ്റ് ചെയ്തു. എനിക്കപ്പോൾ ഇവിടെ 1000 പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു പ്രൊജക്റ്റ് മിസ് ചെയ്യാതിരിക്കുക. ഡെയിലി ഇതിൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ലോഗിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നില്ല. ഇതിലെ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്ത് നല്ല പോയിൻറ്റ്സ് ഏൺ ചെയ്ത് ഒരു 50,000-ന് അടിയിലേക്കൊക്കെ റാങ്കിങ്ങിൽ എത്താനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ ഏൺ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ അണ്ടർഫാംഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൻ്റെ എൻഡിൽ നമുക്ക് ഇതിൻ്റെ ടോക്കൺ ലോഞ്ചും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.